കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ കേരളത്തിൽ പാദപൂജ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്കൂളുകളിൽ ഗുരുപൂജ നടത്തിയതിന് എന്താണ് തെറ്റെന്നാണ് ഗവർണറുടെ ചോദ്യം. ഭാരതാംബയും ഗുരുപൂജയുമൊക്കെ ഭാരതത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണെന്നും ഗവർണർ പറയുന്നുണ്ട്. അതേസമയം സ്കൂളുകളിൽ പാദപൂജ നടത്തിയത് അടിമത്ത മനോഭാവം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. പാദപൂജ RSS സംസ്കാരമാണെന്നും ഗവർണർ അല്ല ആരു പറഞ്ഞാലും അംഗീകരിക്കില്ലെന്നും KSUവും വ്യക്തമാക്കി. Some of the schools in our state, they perform Guru Puja. Guru Puja is our culture, and in that culture, we offer flowers at the feet of our Guru. And some people have objected to it. I don't understand from which culture these people are coming. What is their thoughts? ബാലഗോകുലം 50ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സ്കൂളുകളിലെ പാദപൂജയെ പിന്തുണച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസാരിച്ചത്. സ്കൂളുകളിൽ ഗുരുപൂജ നടത്തിയതിൽ എന്താണ് തെറ്റ്? ഭാരതാംബയും ഗുരുപൂജയും ഭാരതത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവുമാണ്. ഗുരുപൂജ എതിർക്കുന്നവർ കുട്ടികളെ സംസ്കാരവും പൈതൃകവും പഠിപ്പിക്കാത്തവരാണെന്നും ഗവർണർ. സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നും ഗവർണർ പറഞ്ഞു. പ്രണാമവും ചിലപ്പോൾ അവരുടെ സംസ്കാരത്തിനെതിരായിരിക്കുമെന്നും ഗവർണർ പരോക്ഷ വിമർശനം ഉയർത്തി. Today morning, again I am telling you, I spoke to a top officer in the government. When I called him from other side on phone, the officer told me, "Pranam sir, pranam." What I replied to him, just take care. If you do pranam to me, you will be out of service after some days. Because pranam may also be against their culture. They will ban pranam also. So take care. എന്നാൽ വിദ്യാലയങ്ങളിലെ പാദപൂജ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. അധ്യാപകനെ ബഹുമാനിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പാദപൂജ ഫ്യൂഡൽ കാലത്തെ സനാതന ധർമ്മമെന്നും MV ഗോവിന്ദൻ. ഇത് ആദരവ് പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യം സംസ്കരിച്ച ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരാചാര രീതി നടപ്പിലാക്കാനാണ് ആധുനിക സമൂഹത്തിൽ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഈ RSകാരും സംഘപരിവാർ വിഭാഗവും ചേർന്ന് അവർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മേലെ നടപ്പിലാക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. കേരളീയ സമൂഹമാകെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ അവബോധമുള്ള കേരള സമൂഹമാകെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. അതിനിടെ സ്കൂളുകളിൽ അധ്യാപകരുടെ പാദപൂജ സംബന്ധിച്ച് KSU മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾക്കെതിരെ നടപടി വേണമെന്ന് പരാതിയിൽ KSU ആവശ്യപ്പെട്ടു. പാദപൂജ RSS സംസ്കാരമെന്നും സാക്ഷര കേരളത്തിന് അപമാനമാണെന്നും KSU. ഗവർണർ അല്ല ആര് പറഞ്ഞാലും പാദപൂജ അംഗീകരിക്കില്ലെന്നും KSU വ്യക്തമാക്കി. സ്കൂളുകളിലെ പാദപൂജയെ പിന്തുണച്ച് ഗവർണർ കൂടി രംഗത്തെത്തിയതോടെ ഭാരതാംബയ്ക്കൊപ്പം സ്കൂളുകളിലെ പാദപൂജയും കേരളത്തിൽ വിവാദവും ചർച്ചയുമാകുമെന്ന് ഉറപ്പ്. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.